തിരുവനന്തപുരം നല്ല തന്നെ. തിരുവനന്തപുരത്തിൻ്റെ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും തരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹവും ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഊർജ്ജം എടുത്തിട്ട് ഞാൻ മടങ്ങി തിരുവനന്തപുരത്ത് പോന്നു. ഇന്ന് ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നലെ രാത്രി ഒരു 12:45 ട്രെയിനിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടുന്ന് ഒരു 9 മണിക്ക് 8-8:30 മണിക്ക് ഗുരുവായൂരെത്തി അവിടുത്തെ ദർശനം കിട്ടി ഭഗവാന്റെ അനുഗ്രഹം എടുത്തിട്ട് ഞാൻ മടങ്ങി പോകുന്നു. എല്ലാവിധ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. തിരുവനന്തപുരത്തൊരു മാറ്റം, കേരളത്തിലും മാറ്റം ജനങ്ങൾക്ക് വേണം. ആ മാറ്റം ഈ ഇലക്ഷനിൽ കാണും എന്നാണ് ഞാൻ എൻ്റെ ഒരു ഫീലിംഗ്, എൻ്റെ ഒരു അപേക്ഷ. തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഒരു വാദപ്രതിവാദങ്ങളും വലിയ ഫൈറ്റാണല്ലോ. അതെല്ലാം ഞാൻ പറഞ്ഞ അത് ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത പണിയും വികസനവും പുരോഗതി ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇവിടെ മാത്രം നമ്മുടെ കേരളത്തിൽ ആ ഒരു പഴയ UDF LDFിൻ്റെ ഒരു രാഷ്ട്രീയവും നമ്മളിപ്പോൾ വികസനവും പുരോഗതിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഓരോരോ ഇൻകോൺസിക്വൻഷ്യൽ ഇഷ്യൂസും പേഴ്സണൽ അറ്റാക്കും ചെയ്ത് ഒരു രാഷ്ട്രീയമാണ് കാണുന്നത്. അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വികസനം, ഈ പുരോഗതി, ഈ തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. അവരുടെ റെക്കോർഡ് നമുക്ക് അറിയാലോ. ഇവിടെ 8 കൊല്ലം കേരളത്തിൻ്റെ ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ CPI-CPMൻ്റെ സർക്കാർ എന്ത് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കടം വാങ്ങിച്ചിട്ടാണ് ഗവൺമെൻറ് ഓഫീസേഴ്സിനും ഗവൺമെൻറ് പേഴ്സണലും പെൻഷനേഴ്സിനെല്ലാം സാലറീസും പെൻഷൻസും കൊടുക്കുന്നത്. ആ സ്ഥിതി ഇവിടെ 2004 മുതൽ 2014 വരെ 2014 ജനങ്ങൾ കോൺഗ്രസിനൊരു അവസരം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു നമുക്കറിയാം. അഴിമതി, എവിടുന്ന് കൊണ്ട് എക്കോണമി എവിടെ കൊണ്ട് വെച്ചു. അപ്പം ജനങ്ങൾക്ക് എല്ലാം അറിയാം. ഈ 3 മുന്നണിയും ഏതാണ് നേതാവ് നമ്മുടെ മുമ്പിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ, ഞങ്ങൾ വികസനവും പുരോഗതിയും കൊണ്ടുവരാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് നരേന്ദ്രമോദിജിക്കേ ഉള്ളൂ, BJPക്ക് മാത്രമേ ഉള്ളൂ. താങ്കൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുണ്ട്, സ്വത്ത് വെളിപ്പെടുത്തുന്നതായി. അതെല്ലാം ചെയ്യട്ടെ. അത് എല്ലാവരും അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിൻ്റെ എല്ലാം ആൻസർ 3 പ്രാവശ്യം മുമ്പേ ചെയ്തതാണ് പണി. ഇത് 4ാമത്തെ പ്രാവശ്യം അവർക്ക് ആൻസർ കിട്ടും. ഞാൻ എൻ്റെ 18 കൊല്ലത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക്, ഒറ്റ ബ്ലമിഷ് ഇല്ലാത്ത രാഷ്ട്രീയം ഞാൻ ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ഡിഫേം ചെയ്ത ആരാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഞാൻ എൻ്റെ കരിയർ, എൻ്റെ പബ്ലിക് ലൈഫിന് ഭയങ്കര പ്രൗഡ് ഉള്ള ആളാണ്. അതിങ്ങനെ കോൺഗ്രസും അവരുടെ പണിയല്ലേ. ഇവിടെ സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യും, വേറെ നരേന്ദ്രമോദിജിനെ, രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യും. അവർക്ക് ഇന്ന് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല, ഒറ്റ ഒരു പ്രൊപ്പോസിഷൻ ഇല്ല. അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. അതിൻ്റെ നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു ധൃതി? വരുന്നത് വരും. സത്യം എപ്പോഴും ട്രയംഫ് ചെയ്യും. അതൊരു ഒരു നോർമൽ പ്രക്രിയയാണ്. പറയൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് LDF ആണോ UDF ആണോ, ഇവർ രണ്ടാളും ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ട്നേഴ്സ് അല്ലേ. ചായയും സമോസയും കഴിച്ച് ഡൽഹിയിൽ ഇരുന്ന് കുത്തിയിരിക്കുന്ന 2 ആൾക്കാരല്ലേ. ഈ 2 പാർട്ടിയും കഴിഞ്ഞ 10 കൊല്ലത്തിൽ എവിടെയെങ്കിലും വികസനവും പുരോഗതിയെ പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ. ചെയ്തിട്ടില്ല. അവരുടെ രാഷ്ട്രീയം ഇങ്ങനെയാണ്, ഒരു നെഗറ്റീവ് അപ്പീസ്മെൻറ്റ്, വയലൻസ്, അതിൻ്റെ രാഷ്ട്രീയമാണ്. ജനങ്ങളെ പേടിപ്പിക്കുക, ജനങ്ങളെ ഭ്രമിക്കുക, നുണ പറയുക. ഞങ്ങളുടെ രാഷ്ട്രീയം വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ രാഷ്ട്രീയം ഞങ്ങളുടെ ക്യാമ്പയിൻ. ഞങ്ങൾ പണി ചെയ്യുന്നത് നരേന്ദ്രമോദിജി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന ആൾക്കാരാണ് BJP. തിരുവനന്തപുരത്താണ് ചരിത്രം സൃഷ്ടിക്കുക. ചരിത്രം മാത്രമല്ല, കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് നല്ല വൈബ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാവരും കുറച്ച് ജനങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കൂ, ആർക്കും ഇപ്പോൾ ഏത് മലയാളി ഇല്ല ഒരു മടുത്ത് മതി എന്ന് പറയാൻ ആരുമില്ല.
ഈ 65-70 കൊല്ലം ഇവരുടെ ഒരു ജുഗൽബന്ദി കണ്ട് മടുക്കാത്ത ആ ഒരു മലയാളി ഉണ്ടെങ്കിൽ എന്നോടൊക്കെ കാണിച്ചു തരണം. ഈ രണ്ട് പാർട്ടീസ് എന്താ ചെയ്തിരിക്കുന്നത് കാണുന്നില്ല. ഇന്ന് കടം വാങ്ങിയിട്ടാണ് ഗവൺമെൻറ് ഓഫീസേഴ്സിനും പെൻഷനും സാലറീസ് എല്ലാം കൊടുക്കുന്നത്. ഈ സ്ഥിതിയാണ് നമ്മുടെ നാട്, നമ്മുടെ കേരള. അത് മാറ്റം വേണമെന്ന് എല്ലാവർക്കും വേണം, എല്ലാവരും പറയുന്നുണ്ട്.